നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മുരിങ്ങയിലക്കറി. ഈ മുരിങ്ങയിലക്കറി പരിപ്പൊന്നും ഇട്ട് വെക്കുന്നതല്ല, ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്പെഷ്യലാണ്. തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഒരു 5 മിനിറ്റ് മതി ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു 2 തണ്ട് മുരിങ്ങയില മതി. അപ്പോൾ ഞാനിതിൽ കുറച്ചെടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇത്ര മാത്രം മതി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് പിച്ചിയെടുക്കാം. അപ്പോൾ ഈ കറി ഒരു ഒഴിച്ചു കറിയാട്ടോ. ഈ കറിക്ക് നമ്മൾ പരിപ്പൊന്നും ചേർക്കത്തില്ല, തേങ്ങ മാത്രം ചേർത്തുണ്ടാക്കുന്ന നാടൻ ഒഴിച്ചു കറിയായത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ അരയ്ക്കാൻ വേണ്ടി തേങ്ങാപ്പീര എടുക്കണം. പിന്നെ മുളക് പൊടിയോ മുളകോ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇച്ചിരി മതി കേട്ടോ, കാരണം എരിയൊന്നും അധികം വേണ്ട കറിയല്ല. നല്ല ജീരകം, വെളുത്തുള്ളി, പിന്നെ ചുമന്നുള്ളി ഇല്ലെങ്കിൽ ഞങ്ങൾ ചെറിയ 2 കഷ്ണം സവാള എടുക്കും. ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ ഒരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല മയത്തിനൊന്ന് അരച്ചെടുക്കാം. സ്പെഷ്യൽ കറി ആയതുകൊണ്ട് തന്നെ ഞാനിന്ന് മൺചട്ടിയൊക്കെ എടുത്തേക്കുന്നത് കറി ഉണ്ടാക്കാനായിട്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് മുറിച്ചത് ഉള്ളിയും കൂടെ ഇടാം. പിന്നെ കടുകെല്ലാം പൊട്ടി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുരിങ്ങയിലയിട്ട് ഒന്ന് വഴറ്റണം. നന്നായിട്ട് വേവണം മുരിങ്ങ. ഊണൊക്കെ റെഡിയാകുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഓടിച്ചെന്ന് മുരിങ്ങയെന്ന് 4 തണ്ടടിച്ചുകൊണ്ട് വന്നിട്ട് കൊച്ചമ്മച്ചി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കറിയാണ് മുരിങ്ങയില കറിയാണ് എൻ്റെ മനസ്സിലെപ്പോഴും. ഒന്ന് വഴളുമ്പോഴത്തേക്ക് മുരിങ്ങയില വെന്തോളും. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് അരപ്പ് ചേർത്ത് ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ മുരിങ്ങയില കറി റെഡി. അത്രയ്ക്ക് ഈസിയാണ് ഈ കറി. എന്നും പറഞ്ഞ് നിസ്സാരക്കാരനല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒറ്റ കറി മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. നമുക്ക് ഈ അരപ്പ് കറിയിലോട്ട് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം, ഒരുപാട് അങ്ങ് ചാറായി പോകരുത്. ഒരു ഒഴിച്ച് കറിയുടെ ഒരു പരുവത്തിന്. മിക്സി കഴുകിയ ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിക്കാം. ഞാൻ മുരിങ്ങയില കറിക്കകത്ത് ഒരുപാട് വെള്ളം കോരി ഒഴിക്കുമായിരുന്നു കേട്ടോ. അവസാനം കറി ഒരു വഴിക്കും ചാറൊരു വഴിക്കും പിന്നെ വഴക്കൊരു വഴിക്കും, അങ്ങനെയായിരുന്നു എൻ്റെ കറി വെപ്പാണ്. ഈ ഒരു ഇച്ചിരി കൂടെ നമുക്ക് ആവശ്യമുള്ള അത്രയും തേങ്ങ എടുത്ത് അരച്ചിട്ട് ഈ ഒരു പരുവത്തിന് മതി കറി. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് കറി റെഡി. ഈ ഒരു പരുവ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക്, ഞാൻ ഉപ്പിട്ടതാട്ടോ, പിന്നെ നോക്കിയതാ. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കറി. ചുമ്മാ ഒന്ന് തിളച്ചാൽ മതി, ഒരുപാട് അങ്ങ് തിളച്ച് പോകണ്ട. ഈ ഒരു കറി നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ കറിയാട്ടോ. നമ്മുടെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നാടൻ കറി, അധികം സാധനവും വേണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കണേ. താങ്ക് യു.